ഹലോ, ഇന്ന് പിന്നെ ഒരു സാറ്റർഡേ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റിട്ട് ഇതാ ബെഡെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മളെപ്പോഴും എണീറ്റ് അപ്പോൾ തന്നെ ബെഡൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഡേ തന്നെ അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു ശീലമില്ലെങ്കിൽ ഉടനെ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഞാൻ രാവിലെ തന്നെ ഡീടോക്സ് വാട്ടർ കുടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി ചാനലിലുണ്ട്. അതിനുശേഷം 1 മണിക്കൂറിന് ശേഷം ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിച്ചത് പാലടയും തേങ്ങാപ്പാലാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിനുശേഷം ഞാൻ നേരെ ലഞ്ച് ഉണ്ടാക്കാൻ പോയി. ഇപ്പം ഞാൻ ആദ്യം ചെയ്യുന്നത് കടല വെള്ളത്തിലിടുന്നതാണ്. നമുക്ക് പ്രോട്ടീൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കടല ഉപ്പേരി പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കടല വെള്ളത്തിലിടുന്നത്. എനിക്ക് കടല വലിയ ഇഷ്ടമൊന്നുമല്ല, പിന്നെ നമുക്ക് പ്രോട്ടീൻ കിട്ടാൻ വേണ്ടിയിട്ട് കഴിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കടല അടച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് ചോറുണ്ടാക്കാം. ഇന്ന് നമ്മൾ മട്ടരിയുടെ ചോറാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ എന്നും മട്ടരിയൊന്നുമല്ല യൂസ് ചെയ്യുക, എപ്പോഴും ബസ്മതി റൈസാണ് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഓഫീസിലൊക്കെ കൊണ്ടുപോകുന്നത്. അതാവുമ്പോൾ പെട്ടെന്ന് വേവുകയും ചെയ്യും. പിന്നെ പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടാക്കണ്ട, എന്തെങ്കിലും മിക്സ് ചെയ്ത് മഷ്റൂം റൈസ്, പനീർ റൈസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ കൊണ്ടുപോകാറുള്ളത്. ഇതുപോലെ സാറ്റർഡേ സൺഡേയിലാണ് നമ്മൾ നാടൻ ഫുഡ് അതുപോലെ മട്ടരിയുടെ ചോറൊക്കെ ഉണ്ടാക്കുക. ഇതുപോലെ ടൈം എടുത്ത് കുക്ക് ചെയ്യുന്നത് സാറ്റർഡേ സൺഡേ ആണ്. ഇപ്പോൾ ഇതാ കടല വെന്ത് വന്നിട്ടുണ്ട്. ഞാനതൊന്ന് വറ്റിച്ചെടുക്കുകയാണ്. എനിക്ക് ഇങ്ങനെ ഉപ്പേരി പോലെയാണ് വേണ്ടത്, അതുകൊണ്ടാണ്. ഇന്ന് സമയമെടുത്ത് കുക്ക് ചെയ്യുന്നെങ്കിലും വളരെ സിമ്പിളായിട്ടുള്ള ലഞ്ച് മെനു ആണ് കേട്ടോ. പിന്നെ നമുക്കിതാ സ്വിഗ്ഗിയിൽ നിന്ന് ഒരു ഡെലിവറി വന്നിട്ടുണ്ട്. ഞാൻ പാലും മുട്ടയൊക്കെ സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതപ്പോൾ 10 മിനിറ്റിൽ നമുക്ക് സാധനം കയ്യിൽ കിട്ടും. നമ്മൾ പുറത്ത് പോയി വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഓർഡർ ചെയ്ത സാധനങ്ങളാണിത്. അതിനുശേഷം ഞാനൊന്ന് ഉണ്ടാക്കാൻ വയ്ക്കുന്നത് ഒരു മോരുകറിയാണ്. സിമ്പിളായിട്ടുള്ളത്, പച്ചമുളക് ഇട്ടിട്ട്. മോരുകറി എന്ന് പറയാൻ പറ്റില്ല, പുളിശ്ശേരി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഭയങ്കര എളുപ്പമാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ. നമ്മളിതുപോലെ പച്ചമുളക് നന്നായിട്ട് പച്ചമുളക് എടുക്കണം കേട്ടോ, നല്ലോണം എടുക്കണം. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കടുകും ഉലുവയും താളിച്ചിട്ട് അതിലേക്ക് പച്ചമുളക് ഇടുക. പിന്നെ തൈരിലേക്ക് ഉപ്പും പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ ആ വറുത്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ പണി. കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെക്കണം, അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് വരും. ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ, അത് ഞാൻ പറയാൻ മറന്നുപോയി. ഇപ്പോൾ നമ്മുടെ ലഞ്ചൊക്കെ റെഡിയായി, നമുക്ക് ലഞ്ച് കഴിക്കാം. നമ്മൾ ചോറ് ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. ചോറ് ഞാൻ വളരെ കുറച്ച് കഴിക്കുള്ളൂ കേട്ടോ. ചോറ് കുറച്ചും കറികൾ കൂടുതലായിട്ട്, അങ്ങനെ ലോ കാർബായിട്ടാണ് നമ്മൾ കഴിക്കണത്. പ്രോട്ടീന് വേണ്ടിയിട്ട് എന്തെങ്കിലും പരിപ്പ്, പയർ, കടല അല്ലെങ്കിൽ ചിക്കൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. ഇപ്പോൾ നമ്മുടെ മോരുകറി ഉണ്ട്, നല്ല ടേസ്റ്റാണ് ഈ മോരുകറി. ഇത് മാത്രം മതി ശരിക്കും നമുക്ക് ചോറുണ്ണാൻ. ഭയങ്കര എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ വീട്ടിൽ പച്ചക്കറിയൊന്നുമില്ല, ആകെ പച്ചമുളകും തൈരൊക്കെ ഉള്ളെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളതാണ്. പിന്നെ ഞാനൊരു ബുൾസൈ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് ചമ്മന്തിപ്പൊടി, ചെമ്മീൻ ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ, വീട്ടിൽ നിന്ന് അമ്മ തന്നു വിട്ടതാണ്. നല്ല ടേസ്റ്റാണത്. പിന്നെ ചെമ്മീൻ അച്ചാർ, ഇതും നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ലഞ്ച്. ലഞ്ചിന് ശേഷം ഞാനിപ്പോൾ കുടിക്കുന്നത് ഒരു വൈറ്റമിൻ സി ഷോട്ടാണ്. നിങ്ങൾക്ക് നല്ല സ്കിന്നും ഹെയറൊക്കെ വേണമെങ്കിൽ ഈ ഒരു വൈറ്റമിൻ സി ടാബ്ലറ്റ് ട്രൈ ചെയ്യാവുന്നതാണ്. ഇതൊരു എഫർവസൻ ടാബ്ലറ്റാണ്. ഇതല്ലാതെ ച്യൂവബിൾ ആയിട്ടുള്ള വൈറ്റമിൻ സി ടാബ്ലറ്റ്സും അവൈലബിൾ ആണ്. അപ്പോൾ അതിന് ശേഷം നല്ല വെതറായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് ഗ്രോസറി ഷോപ്പിങ്ങിന് പോകാമെന്ന്. അങ്ങനെ ഇതാ ഞങ്ങൾ സ്റ്റാർ ബസാറിൽ വന്നിട്ട് കുറച്ച് അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ നോക്കി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് പച്ചക്കറികളൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും. പിന്നെ ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചാൽ ഇതിൻ്റെ തൊട്ടടുത്ത്, ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പാസിംഗ് ആയിട്ടാണ് സുഡിയോ ഉള്ളത്. അപ്പോൾ ഗ്രോസറി ഷോപ്പിങ്ങിന് പോയാൽ നമുക്ക് ക്ലോത്ത് ഷോപ്പിങ്ങും നടക്കും. സുഡിയോയിൽ നല്ല സെയിൽ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നല്ല നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ആകെ ഒരു വിഷമം തോന്നിയത്, ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്ന് വാങ്ങിച്ച ഡ്രസ്സ് ഇപ്പോൾ 50% ഓഫിലാണ് കിടക്കുന്നത്. അതാണ് സുഡിയോ എന്ന് വാങ്ങിയാലുള്ളൊരു പ്രശ്നം. പിന്നെ ഈ ചെരുപ്പൊക്കെ 149 ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കുറച്ചൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.